ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒബാമയുടെ ആരോഗ്യ നിയമത്തിന്മേലുള്ള സുപ്രധാന വിധി ഇന്ന്. അമേരിക്കയിലെ പലയിടങ്ങളിലും ഗ്യാസ് വില $3 താഴെ എത്തി. ഒരാഴ്ചയായി നീണ്ടുനിന്ന ഡെബി ചുഴലിക്കാറ്റിലും പേമാരിയിലും 4 മരണം. ആഴ്ചകൾ നീണ്ട തകർച്ചയ്ക്കൊടുവിൽ ഇന്ത്യൻ രൂപ നില മെച്ചപ്പെടുത്തി. ഞാൻ അരവിന്ദ്. വാർത്തകൾ വിശദമായി. ഒബാമയുടെ ആരോഗ്യ നയത്തിന്മേലുള്ള സുപ്രീം കോടതി വിധി ഇന്ന്. ഈ സുപ്രധാന വിധി നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെയും സാരമായി ബാധിച്ചേക്കാം. 2010 ഒബാമ ഭരണകൂടം അഭിമാനപൂർവ്വം അവതരിപ്പിച്ച ആരോഗ്യ നിയമത്തിന്മേലുള്ള സുപ്രീം കോടതി വിധി ഇന്ന് വരുന്നു. എല്ലാ അമേരിക്കൻ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതായിരുന്നു ഈ നിയമത്തിലെ മർമ്മപ്രധാന ഭാഗം. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് മേൽ പിഴ ഈടാക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന ഭാഗമാണ് നിയമത്തെ കോടതിക്കുള്ളിൽ എത്തിച്ചത്. നിയമത്തിന്റെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കുകയോ അതേപോലെ നിലനിർത്തുകയോ അല്ലെങ്കിൽ നിയമം പൂർണ്ണമായും റദ്ദാക്കുകയോ ഈ കോടതി വിധിയിൽ വന്നേക്കാം. എന്ത് തന്നെയായാലും വിധി നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിച്ചേക്കും. കോടതി വിധി ഒബാമയ്ക്ക് എതിരാകാനാണ് സാധ്യതയെന്നാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മിറ്റ് റോംനിയുടെ അഭിപ്രായം. 9 അംഗ വിദഗ്ധ ജഡ്ജിമാരാണ് ഈ കേസിൽ വാദം കേട്ടത്. ഇവരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ ഭൂരിപക്ഷ തീരുമാനമാകും ഇന്നും വിധിയായി പുറത്തുവരിക. ഒബാമയുടെ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കോടതി 2014 വരെ നടപ്പിലാക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വിധി നിർണ്ണയിക്കുന്ന ജഡ്ജിമാരിൽ 5 പേർ യാഥാസ്ഥിതിക ചിന്താഗതിക്കാരും മറ്റ് 4 പേർ പുരോഗമനവാദികളുമാണ്. അതുകൊണ്ട് തന്നെ വിധി ഒബാമ ഭരണകൂടത്തിന് അനുകൂലമാകുക എന്നത് ഏറെ ദുഷ്കരമാകാനേ വഴിയുള്ളൂ. പേഷ്യന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് അഫോർഡബിൾ കെയർ ആക്ട് എന്നാണ് ഒബാമയുടെ ഈ ആരോഗ്യ നയത്തെ അറിയപ്പെടുന്നത്. റിപ്പബ്ലിക്കൻ പക്ഷത്തിന്റെ പൂർണ്ണ വിയോജനത്തോടെയാണ് നിയമം ഡെമോക്രാറ്റുകൾ പാസാക്കിയത്. 13 വർഷത്തിനു ശേഷം പൊണ്ണത്തടി കുറയ്ക്കുന്നതിനായുള്ള മരുന്നിന് അമേരിക്കയിൽ അനുമതി ലഭിച്ചു. ബെൽവിക് എന്ന ഈ മരുന്ന് പൊണ്ണത്തടിക്ക് കുറവ് വരുത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെയും അഭിപ്രായം. അമേരിക്കൻ സമൂഹത്തെ ആകെ ബാധിച്ച പൊണ്ണത്തടിക്കുള്ള ഔഷധത്തിന് ആരോഗ്യ വിദഗ്ധരുടെ അനുമതി. അമിതഭാരം കുറയ്ക്കാനുള്ള ഇത്തരം ഔഷധങ്ങൾക്ക് കഴിഞ്ഞ 13 വർഷമായി അധികൃതർ അനുമതി നൽകിയിരുന്നില്ല. അരീന ഫാർമസ്യൂട്ടിക്കൽസിന്റെ ബെൽവിക് എന്ന ഗുളികയ്ക്കാണ് അധികൃതരുടെ അനുമതി ലഭിച്ചത്. 2010 ഈ മരുന്നിന്റെ വിതരണ അനുമതിക്കായി അരീന ഫാർമസ്യൂട്ടിക്കൽ അമേരിക്കൻ ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഇത് ട്യൂമർ ഉണ്ടാക്കാനുള്ള സാധ്യത കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടത്തിയ പരീക്ഷണത്തിൽ ഇത് അമിതവണ്ണം 5% കണ്ട് കുറയ്ക്കുമെന്ന് അധികൃതർ കണ്ടെത്തി. ഇതോടെയാണ് ഈ മരുന്നിനുള്ള വിലക്ക് അധികൃതർ ഒഴിവാക്കിയത്. അടുത്ത വർഷം ആദ്യത്തോടെ ഈ ഔഷധത്തിന്റെ വിതരണം രാജ്യത്ത് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അനിയന്ത്രിതമായ ആഹാരത്തിന്റെ ഉപയോഗമാണ് പൊണ്ണത്തടിക്കുള്ള പ്രധാന കാരണം. മനുഷ്യന്റെ വിശപ്പിനെ കുറയ്ക്കുക എന്നതാണ് ഈ ഔഷധം പ്രധാനമായും ചെയ്യുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് 30 മുകളിലുള്ളവർക്ക് മാത്രമാണ് ബെൽവിക് ഇപ്പോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഗർഭസ്ഥാവസ്ഥയിലുള്ള സ്ത്രീകളും ഇവ ഉപയോഗിക്കാൻ പാടില്ല. രാജ്യത്തെ അമിതഭാരമുള്ളവരുടെ എണ്ണം മൊത്തം ജനസംഖ്യയിൽ 35% വരും. നിരവധി ഡോക്ടർമാർ ഇതിനെതിരെയുള്ള പുതിയ ചികിത്സാ രീതികൾ അധികൃതർക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അവ ഒഴിവാക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ചെയ്യുന്നത്. ഈ മരുന്ന് തുടർച്ചയായി 12 ആഴ്ച കഴിഞ്ഞിട്ടും പൊണ്ണത്തടിക്ക് കുറവ് വന്നില്ലെങ്കിൽ ഇത് കഴിക്കരുത് എന്ന നിർദ്ദേശവും അധികൃതർ വച്ചിട്ടുണ്ട്. അമേരിക്കയിൽ പലയിടങ്ങളിലും ഗ്യാസ് വില $3 താഴെ എത്തി. വരും ആഴ്ചകളിൽ ഇന്ധനവില ഇനിയും കുറഞ്ഞ് ദേശീയ ശരാശരി വിലയും ഇതിനൊപ്പം എത്തുമെന്നും വിലയിരുത്തുന്നു. അമേരിക്കയിലെ ഗ്യാസ് വില പലയിടങ്ങളിലും $3 താഴെ എത്തി. 1 ഗാലൻ ഗ്യാസിന് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം $5 വില. ഇത് ഗ്യാസിന്റെ അമേരിക്കയിലെ ശരാശരി വില $3 എത്തുന്നതിന്റെ ലക്ഷണങ്ങളാണെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. സൗത്ത് കരോലീനയിലെയും ഹൂസ്റ്റണിലെയും വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ ഗ്യാസ് വില $3 താഴെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തിൽ അസംസ്കൃത എണ്ണയുടെ വിലയിൽ വന്ന തകർച്ചയാണ് ഗ്യാസ് വില ഇടിയുന്നതിന് കാരണം. നേരത്തെ ഇറാനുമായി ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ തടസ്സപ്പെട്ടിരുന്ന ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി വർദ്ധിച്ചതും വില കുറയുന്നതിന് ഇടയാക്കി. എന്നാൽ ഇപ്പോഴും ഗ്യാസിന്റെ ശരാശരി വില $3.44 എന്ന നിലയിൽ തന്നെയാണ്. കഴിഞ്ഞയാഴ്ച 10 സെന്റിന്റെ കുറവ് ഇന്ധനവിലയിൽ വന്നിരുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ആരംഭിക്കാനിരിക്കെ ഇന്ധനവില ജനങ്ങൾക്ക് ആശ്വാസമേകി ഇനിയും കുറയുമെന്ന് തന്നെയാണ് ഏവരുടെയും വിശ്വാസം. മിയാമിയിലെ നരഭോജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഇതോടെ ബാത്ത് സാൾട്ട് എന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം സംബന്ധിച്ച് പോലീസ് ഉയർത്തിയ സംശയങ്ങൾ ഇല്ലാതെയായി. മിയാമിയിൽ തെരുവോരവാസിയായ ആളുടെ മുഖം കടിച്ചു തിന്ന നരഭോജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു.
ബാത്ത് സാൾട്ട് എന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലമാണ് ഇയാൾ ഇത്രയും ക്രൂരമായ കാര്യം ചെയ്തത് എന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം സംബന്ധിച്ച യാതൊരു തെളിവുകളും അധികൃതർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ചെറിയ അളവിൽ കഞ്ചാവ് ഉപയോഗിച്ചതായി കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ഭവനരഹിതനായ റൊണാൾഡ് പോപ്പോ എന്നയാളുടെ മുഖത്തിന്റെ 75% റൂഡി എഗ്ഗിൻ എന്ന 31കാരൻ ഭക്ഷിച്ചിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ വെടിവെച്ചു കൊന്നിരുന്നു. ടോക്സിക്കോളജി റിപ്പോർട്ടിൽ മദ്യത്തിന്റെയോ ബാത്ത് സാൾട്ടിന്റെയോ അംശം കണ്ടെത്തിയിട്ടില്ല. മിയാമി മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ടിലാണ് ഈ സുപ്രധാന വിവരങ്ങൾ ഉള്ളത്. ബാത്ത് സാൾട്ട് എന്ന വീര്യം കൂടിയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ വൈകൃതങ്ങളും റൂഡി എഗ്ഗിനും കാട്ടിയിരുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇയാളുടെ ആക്രമണത്തിൽ നിന്നും എതിരാളിയെ രക്ഷിക്കാനുള്ള നിരവധി മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് വെടിവയ്ക്കാൻ തീരുമാനിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാളുടെ ആക്രമണത്തിനിരയായി മുഖത്തിന്റെ 3/4 ഭാഗവും നഷ്ടപ്പെട്ട റൊണാൾഡ് പോപ്പോ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. ഇയാളുടെ മുഖം പഴയ രീതിയിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ. കഴിഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന ഡെബി ചുഴലിക്കാറ്റിലും മഴയിലും ഫ്ലോറിഡയിൽ 4 മരണം, ഒരാളെ കാണാതായിട്ടുണ്ട്. മഴ മാറിയതോടെ ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങി വരുന്നു. ഞായറാഴ്ച ഫ്ലോറിഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കൊടുങ്കാറ്റും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. ജനവാസ മേഖലകൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. ഈ പ്രകൃതി ദുരന്തത്തിൽ 35,000-ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഉണ്ടായ കാറ്റിലും മഴയിലും കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചു. ഓറഞ്ച് ബീച്ചിലെത്തിയ ഒരാളെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. കുടുംബവുമൊത്ത് അവധിക്കാലം ആഘോഷിക്കാനെത്തിയതായിരുന്നു ഇദ്ദേഹം. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അധികൃതർ ഇപ്പോഴും നടത്തുകയാണ്. പ്രളയ സാധ്യത മുൻനിർത്തി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസമാക്കിയവരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റൂപ്പർട്ട് മർഡോക്കിന്റെ മാധ്യമ സാമ്രാജ്യം 2ആയി വിഭജിക്കുന്നു. അച്ചടി വിഭാഗം, എന്റർടൈൻമെന്റ് എന്നിങ്ങനെയാണ് വിഭജനമെന്ന് റൂപ്പർട്ട് മർഡോക്ക് തൊഴിലാളികൾക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ലോക മാധ്യമ ഭീമനായി അറിയപ്പെടുന്ന റൂപ്പർട്ട് മർഡോക്കിന്റെ കമ്പനിയെ 2ആയി വിഭജിക്കാൻ തീരുമാനമായതായി റിപ്പോർട്ട്. പത്രങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനിയും എന്റർടൈൻമെന്റ് രംഗത്തേക്ക് മറ്റൊന്നും എന്നതാണ് മർഡോക്കിന്റെ പദ്ധതി. ഫോക്സ് ചാനലുകൾ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ചാനലുകളും ഫോക്സ് ചലച്ചിത്ര നിർമ്മാണ വിതരണ കമ്പനിയും ചേർന്നതാണ് എന്റർടൈൻമെന്റ് വിഭാഗം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മർഡോക്കിന്റെ ഉടമസ്ഥതയിലുള്ള പത്രങ്ങളും പുസ്തക പ്രകാശന കമ്പനികളും മറ്റൊരു വിഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ജീവനക്കാർക്ക് നൽകിയ കുറിപ്പിൽ മർഡോക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് കോർപ്പറേഷനിൽ മർഡോക്ക് കുടുംബത്തിന് 40% ഓഹരികൾ സ്വന്തമായുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഓഹരി ഉടമകളുടെയും കൂടി പിന്തുണയോടെ ഈ തീരുമാനം നടപ്പിലാവാനാണ് സാധ്യത. ഇങ്ങനെ വന്നാൽ മർഡോക്ക് പ്രസ്ഥാനങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ വളർച്ച കൈവരിക്കുമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. 81കാരനായ മർഡോക്കിന്റെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നായാണ് ഇതിനെ കാണുന്നത്. ഓസ്ട്രേലിയയിൽ ഇദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്ന ഒരു പത്രത്തിൽ നിന്നായിരുന്നു ലോക മാധ്യമരംഗത്തെ അതികായനിലേക്കുള്ള മർഡോക്കിന്റെ വളർച്ച. കമ്പനിയുടെ വിഭജന വാർത്ത പുറത്തു വന്നതും ന്യൂസ് കോർപ്പറേഷന്റെ ഓഹരികളിൽ 10% വളർച്ച വന്നിട്ടുണ്ട്. ഇനിയും ഏതാണ്ട് 1 വർഷമെടുക്കും കമ്പനിയുടെ വിഭജനം പൂർത്തിയാവാൻ. ചൈനയിലെ ഇന്റർനെറ്റ് വിപണി ലക്ഷ്യമാക്കി അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് രംഗത്ത്. ഇതിന്റെ ഭാഗമായി ചൈനീസ് ഭാഷയിലുള്ള ഓൺലൈൻ പത്രം ഇവർ പുറത്തിറക്കി. ജനസംഖ്യയിൽ ലോകത്തിൽ 1ാം സ്ഥാനത്തുള്ള ചൈനയിലേക്ക് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിന്റെ ഇന്റർനെറ്റ് പതിപ്പ് വരുന്നു. ചൈനീസ് ഭാഷ തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് മാർക്കറ്റിലേക്കുള്ള അമേരിക്കൻ പ്രമുഖ മാധ്യമത്തിന്റെ വരവ് ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിദേശ മാധ്യമങ്ങൾക്ക് ചൈനയിൽ പ്രവർത്തിക്കാൻ നിരവധി നൂലാമാലകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചൈനീസ് അധികൃതർ മുന്നോട്ട് വച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാകും ന്യൂയോർക്ക് ടൈംസിന്റെ ചൈനീസ് പതിപ്പ് പ്രാവർത്തികമാക്കുകയെന്ന് പത്രത്തിന്റെ വിദേശകാര്യ എഡിറ്റർ ജോസഫ് കാൻ അറിയിച്ചു. ചൈനയിൽ വളർന്നുവരുന്ന ഇടത്തരക്കാർക്ക് വിദ്യാഭ്യാസത്തിനും അവരെ ലോക പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരികയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മാധ്യമ മേധാവികൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഈ സദുദ്ദേശപരമായ നടപടിയെ ചൈനീസ് ഗവൺമെന്റ് സ്വാഗതം ചെയ്യുമെന്നാണ് കരുതുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി. 500 മില്യൺ ഇന്റർനെറ്റ് ഉപഭോക്താക്കളാണ് ചൈനയിൽ മാത്രമുള്ളത്. ഇത് വരും കാലങ്ങളിൽ വൻ വളർച്ച കൈവരിക്കും. ഇന്റർനെറ്റിലൂടെയുള്ള മാർക്കറ്റിംഗ് കൂടുതൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ന്യൂയോർക്ക് ടൈംസ് എന്താണ് ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമാകും. നിരവധി ലോകോത്തര കമ്പനികളും ചൈനീസ് മാർക്കറ്റിനെ ലക്ഷ്യമിട്ട് പരസ്യങ്ങളുമായി ഇന്റർനെറ്റ് ഭീമന്മാർക്ക് പിന്നാലെയുണ്ട്. ഇതും പുതിയ ചൈനീസ് പതിപ്പ് പുറത്തിറക്കാൻ ന്യൂയോർക്ക് ടൈംസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചകൾ നീണ്ട തകർച്ചയ്ക്കൊടുവിൽ ഡോളറിന് മേലുള്ള രൂപയുടെ മൂല്യത്തിൽ നേരിയ വർധന. 56 രൂപ 80 പൈസയാണ് ഇപ്പോൾ $1 മൂല്യം. ഏറെ നാളത്തെ തകർച്ചയ്ക്ക് ശേഷം രൂപ നില മെച്ചപ്പെടുത്തി.
സാമ്പത്തിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിക്കാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാമ്പത്തിക ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രൂപ നേരിയ തോതിൽ നില മെച്ചപ്പെടുത്തിയത്. ഡോളറുമായുള്ള വിനിമയ മൂല്യം 57.15 രൂപ നിരക്കിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് വ്യാപാരം ക്ലോസ് ചെയ്യുമ്പോൾ 56 രൂപ 80 പൈസ എന്ന നിലയിലാണ് ഡോളറിനു മേലുള്ള ഇന്ത്യയുടെ നില. ഇന്നത്തെ വ്യാപാരത്തിനിടയിൽ രൂപ 0.6% നേട്ടം കൈവരിച്ചിരുന്നു. ജൂൺ 15 ശേഷം രൂപ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മുൻ ധനകാര്യമന്ത്രി പ്രണബ് മുഖർജി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനാണ് ധനവകുപ്പിന്റെ ചുമതല. ഈ സാഹചര്യത്തിലാണ് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനായി പുനരുജ്ജീവന പദ്ധതികൾക്ക് മൻമോഹൻ സിംഗ് ആഹ്വാനം ചെയ്തത്. നികുതി നയം സംബന്ധിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വം നീക്കുന്നതിനായി വേണ്ട നടപടികൾ അടുത്ത 2-3 ആഴ്ചകൾക്കകം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കടുത്ത മത്സരം നിലനിൽക്കുന്ന ടാബ് വിപണിയിലേക്ക് ഗൂഗിൾ കൂടി കടന്നു. ഗൂഗിൾ നെക്സസ് 7 എന്ന വില കുറഞ്ഞ മോഡലുമായാണ് ഇവരുടെ വരവ്. ആപ്പിൾ, സാംസങ്, നോക്കിയ പോരാട്ടം രൂക്ഷമായ ടാബ്ലറ്റ് ഫോണുകളുടെ രംഗത്തേക്ക് ഗൂഗിൾ കൂടി കടന്നു വരുന്നു. ഇന്നലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ചടങ്ങിലാണ് ഗൂഗിളിന്റെ പുതിയ ടാബായ നെക്സസ് 7 അവതരിപ്പിച്ചത്. We're introducing Nexus 7. It's a beautiful 7-inch tablet. It's super thin, light and portable, and yet we've managed to pack a lot into this device. തായ്വാനിലെ പ്രമുഖ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളായ അസൂസ് ആണ് ഗൂഗിളിന്റെ നെക്സസ് 7ന്റെ സാങ്കേതിക സഹായം നൽകുന്നത്. 7 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീനാണ് ഈ ടാബിനുള്ളത്. ഗൂഗിളിന്റെ പ്ലേ മാർക്കറ്റുകളിലൂടെ ഇന്നലെ മുതൽ തന്നെ ഇതിന്റെ വിപണനം ആരംഭിച്ചു കഴിഞ്ഞു. ജൂലൈ പകുതിയോടെ ഇത് എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തു തുടങ്ങും. ആപ്പിളിന്റെ ഐപാഡിനോടും സാംസങ് ഗാലക്സി 10.1നോടും കിടപിടിക്കുന്ന ഗൂഗിൾ നെക്സസ് 7ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് വെറും $199 മാത്രമേ വിലയുള്ളൂ. Perfect for Google Plus Hangouts and video chatting, Wi-Fi, Bluetooth and NFC, gyroscope and accelerometer, and battery up to 9 hours of video playback and up to 300 hours standby time. Starting today, we're making Nexus 7 available starting at only $199. ഈ വിലക്കുറവ് ഈ ശ്രേണിയിലെ മറ്റ് മോഡലുകൾക്ക് ഭീഷണിയാകുമെന്ന് തന്നെയാണ് വിപണിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. 12 ഔൺസാണ് ഗൂഗിൾ നെക്സസ് 7ന്റെ ഭാരം. ഹൈ ഡെഫിനിഷൻ ചിത്രങ്ങളും ഉയർന്ന മെമ്മറി സപ്പോർട്ടും നെക്സസ് 7ന്റെ പ്രത്യേകതയാണ്. മൈക്രോസോഫ്റ്റ് ആണ് ഇതിനു മുമ്പ് ഇത്രയധികം പ്രത്യേകതകളുള്ള മറ്റൊരു ഹാൻഡ്സെറ്റ് പുറത്തിറക്കിയത്. ഇത്രയധികം പ്രത്യേകതകളുള്ള ഒരു ഉൽപ്പന്നത്തിന് ഇന്ന് പൊതുവിപണിയിൽ $499 വരെ വിവിധ കമ്പനികൾ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും കൂടി ഗൂഗിൾ ഇതിലൂടെ ലക്ഷ്യം. അമേരിക്കയിൽ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം, ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. വിൻസെൻഷൻ സഭയുടെ മേൽനോട്ടത്തിൽ ഫ്ലോറിഡയിൽ ആരംഭിക്കുന്ന ഡിവൈൻ മേഴ്സി പ്രെയർ ഹൗസ് എന്ന പുതിയ ധ്യാന കേന്ദ്രം ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 18 തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് ആരാധനാലയത്തിന്റെ കല്ലിടൽ ചടങ്ങ് നടന്നത്. വിൻസെൻഷ്യൽ സഭയുടെ അമേരിക്കയിലെ 2ാമത്തെ റിട്രീറ്റ് സെന്ററാണിത്. ഇതിനു മുമ്പ് ന്യൂജേഴ്സിയിൽ മാത്രമാണ് ഇത്തരമൊന്നുണ്ടായിരുന്നത്. 2003 ന്യൂജേഴ്സിയിൽ സ്ഥാപിതമായ ആദ്യ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ഫാദർ ആന്റണി തെക്കൈനാത്തിനെ തന്നെയാണ് ഫ്ലോറിഡയിലെ ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നത്. ഫിലാഡൽഫിയ സെന്റ് ജൂഡ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവുസിന്റെ തിരുനാൾ ജൂൺ 23, 24 തീയതികളിൽ ആഘോഷിച്ചു. തിരുനാളിന് തുടക്കം കുറിച്ച് റവറൻ ജേക്കബ് ജോൺ, ഇടവക വികാരി റവറൻ തോമസ് മലയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടന്നു. പ്രഭാത പ്രാർത്ഥനയെ തുടർന്ന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് മാർ ക്രിസോസ്റ്റം മുഖ്യ കാർമ്മികത്വം വഹിച്ച് വചനപ്രഘോഷണം നടത്തി. മാർത്താണ്ഡം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് സുന്ദരം, റവറൻ തോമസ് മലയിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മുത്തുകുടകളുടെയും വർണ്ണക്കൊടികളുടെയും അകമ്പടിയോടെ വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് ആഘോഷകരമായ തിരുനാൾ റാസ നടന്നു. നോർത്ത് അമേരിക്കയിൽ പാർക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാംഗങ്ങളുടെ 11ാമത് കുടുംബ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അടുത്ത മാസം 26 മുതൽ 29 വരെയാണ്
ഒർലാൻഡോ പട്ടണത്തിലെ വിൻഡം ഒർലാൻഡോ റിസോർട്ടിൽ വെച്ചാണ് 11ാമത്തെ ദേശീയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിനോടനുബന്ധിച്ച് യുവജനങ്ങൾക്കായി പ്രത്യേക മീറ്റിംഗുകളും സെമിനാർ, ബൈബിൾ ക്ലാസ്, സംഗീത വിരുന്ന് തുടങ്ങി നിരവധി പ്രോഗ്രാമുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഫാമിലി കോൺഫറൻസിന്റെ ചരിത്രത്തിലാദ്യമായി 2 ദിവസങ്ങളിലായി സ്പോർട്സ് ടൂർണമെന്റും നടക്കുന്നുണ്ട്. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, സോക്കർ, ക്രിക്കറ്റ് എന്നീ മത്സരങ്ങളാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂയോർക്ക് ബ്രോങ്സ് സെന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിന്റെ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന പൊതുസമ്മേളനത്തിന്റെ സമയത്തിൽ കർദിനാൾ മാർ തിമോത്തി ഡോളന്റെ സൗകര്യാർത്ഥം മാറ്റങ്ങൾ വരുത്തി. നേരത്തെ 6 മണിക്ക് നിശ്ചയിച്ചിരുന്ന പൊതുസമ്മേളനം വൈകിട്ട് 4:30 നടക്കുക. ജൂൺ 30-ാം തീയതി ശനിയാഴ്ച ബ്രോങ്സിലുള്ള കർദിനാൾ സ്പെൽമാൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. അന്നേ ദിവസം വൈകുന്നേരം 3:30 ഷിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹബലി നടക്കും. തുടർന്ന് വൈകിട്ട് 4:30 കർദിനാൾ മാർ തിമോത്തി ഡോളനും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും സ്വീകരണം നൽകും. ഇനി കേരള ഡെസ്ക്. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 5 സംഘടനകൾ നിരീക്ഷണത്തിലാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം പറഞ്ഞു. പത്രസ്ഥാപനം നടത്തുന്നവരും ഇതിൽ ഉൾപ്പെടുമെന്നും ചില വ്യവസായ സ്ഥാപനങ്ങളാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UPA സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിലും ആഭ്യന്തര സുരക്ഷാ സെമിനാറിലും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ മാവോവാദികളുടെ സാന്നിധ്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മാവോവാദത്തെക്കാൾ മതമൗലികവാദമാണ് ഇവിടത്തെ പ്രശ്നം. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഇവർ പരിധി കടക്കുന്ന പക്ഷം കടുത്ത നടപടികൾ എടുക്കുമെന്നും ചിദംബരം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒബാമയുടെ ആരോഗ്യ നിയമത്തിന്മേലുള്ള സുപ്രധാന വിധി ഇന്ന്. അമേരിക്കയിലെ പലയിടങ്ങളിലും ഗ്യാസ് വില $3 താഴെ എത്തി. ഒരാഴ്ചയായി നീണ്ടുനിന്ന ഡെബി ചുഴലിക്കാറ്റിലും പേമാരിയിലും 4 മരണം. ആഴ്ചകൾ നീണ്ട തകർച്ചയ്ക്കൊടുവിൽ ഇന്ത്യൻ രൂപ നില മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.